ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് സാധാരണയായിട്ട് 7 പ്രധാനപ്പെട്ട ശീലങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ മേഖലയിൽ ഗവേഷണം നടത്തിയിട്ടുള്ളവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ വിജയിച്ച ഏതൊരു ആൾക്കും സ്വാഭാവികമായും അവരുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ 7 പ്രത്യേക ശീലങ്ങൾ അവരിലുണ്ടാകും എന്നാണ് പറയുന്നത്. അതിലൊന്ന് കഠിനമായ പ്രയത്നമാണ്. രണ്ടാമത്തത് ക്ഷമയാണ്. മൂന്നാമത്തത് ത്യാഗമനോഭാവമാണ്. നാലാമത്തത് സ്ഥിരോത്സാഹമാണ്. അഞ്ചാമത്തത് അച്ചടക്കം. ആറാമത്തത് ആത്മവിശ്വാസം. ഏഴാമത്തത് ശുഭാപ്തി വിശ്വാസം. ഈ 7 ശീലങ്ങളും ഉള്ള ആളുകൾ പോലും ജീവിതത്തിൽ പരാജയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ വളരെ കഠിന പ്രയത്നം ചെയ്ത് ത്യാഗമനോഭാവത്തോടു കൂടി കുടുംബം നോക്കി വളരെ ക്ഷമയോടെ പല കാര്യങ്ങളും ചെയ്ത് സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ട് കുടുംബകാര്യങ്ങളും സുഹൃത്തുക്കളുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് അച്ചടക്കത്തോടു കൂടി മറ്റുള്ളവർ പറയുന്നത് ശ്രവിച്ചും മനസ്സിലാക്കിയും ജീവിച്ച് പല ഘട്ടത്തിലും ആത്മവിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്ത് എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ തന്നെ കാര്യങ്ങളെല്ലാം നേരെയാകും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കാനായിട്ട് സാധിക്കാറില്ല. എന്തുകൊണ്ടാണത്? ഇങ്ങനെ ജീവിത പരാജയം നേരിടുമ്പോൾ ഇതിനെല്ലാം കാരണം വിധിയാണ് എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന ആളുകളുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ വിജയത്തെയും പരാജയത്തെയും നിർണ്ണയിക്കുന്നതിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് മനുഷ്യർക്ക് എത്ര തരത്തിലുള്ള കഴിവുകളും ഉണ്ടായാലും അതൊക്കെ വികസിപ്പിച്ചെടുത്ത് വളരെ നല്ല രീതിയിൽ ഉയരാൻ അവർ ശ്രമിച്ചാലും 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതിനെ പിറകോട്ടെടുക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ജന്മം കൊണ്ട് തന്നെ വളരെ വിശിഷ്ടരായി കണക്കാക്കപ്പെടുന്ന ആളുകൾ, വളരെയേറെ ആദരിക്കപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ വളരെയേറെ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ അംഗീകാരവും കൊടുത്ത് പരിഗണിക്കപ്പെടേണ്ട കുറേ ആളുകളുണ്ട്. ഇവർ പലപ്പോഴും പാരമ്പര്യമായിട്ട് ഭൂമിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ അവകാശം അവർ നേടിയെടുക്കുന്നു. രാഷ്ട്രീയ അവകാശത്തിലേക്കും അവർ തന്നെ വന്നുപെടുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഭാശാലികളും അതുപോലെ നിരന്തരമായി പ്രവർത്തനം നടത്തുന്ന ആളുകളും സ്ഥിരോത്സാഹികളുമായിട്ടുള്ള ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കാതെ വരികയും അങ്ങനെ അവർ പരാജയത്തിലേക്ക് വന്നു പതിക്കുകയും ചെയ്യുന്നതിനുള്ള ധാരാളം തെളിവുകളുണ്ട്. മാത്രമല്ല വളരെ പരിശ്രമശാലികളായിട്ടുള്ള ആളുകൾ ഇവരോടൊപ്പമുള്ള സമ്പർക്കവും അല്ലെങ്കിൽ ഇവരോടൊപ്പമുള്ള വ്യാപാര കച്ചവട കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അവർ പരാജയത്തിലേക്ക് ചെന്ന് പതിക്കാൻ സാധ്യതയുണ്ട്. കാരണം യാതൊരു തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള കഴിവുകളുമില്ലാതെ സമ്പത്തും രാഷ്ട്രീയ അധികാരവും അതുപോലെ തന്നെ പലതരത്തിലുള്ള വിഭവങ്ങളും ലഭ്യമായിട്ടുള്ള ആളുകളോടൊപ്പം പരിശ്രമശാലികളായിട്ടുള്ള ആളുകൾ ചെന്ന് പെടുമ്പോൾ അവർ വഞ്ചിക്കപ്പെടാനും അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതിലൂടെ പല പരാജയങ്ങളും നമുക്ക് സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകം വളരെ മത്സരക്ഷമമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും പല ഗുണങ്ങളിലും നമ്മൾ പിറകോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ ഗുണമുള്ള ആളുകൾ പലരും നമ്മുടെ അതേ ഫീൽഡിൽ തന്നെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന അതേ മേഖലയിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ നമ്മളെ പിറകിലാക്കിക്കൊണ്ട് അവർ മുന്നേറും. അങ്ങനെ നമുക്ക് പരാജയത്തിനായിട്ടുള്ള കാരണമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ വേണ്ടത്ര പൂർണ്ണതോതിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് അതേ കഴിവുകളുള്ള ആളുകൾ നമ്മളെ മറികടന്ന് പോകുന്നത് കൊണ്ടുള്ളൊരു പരാജയം നമുക്ക് സംഭവിച്ചേക്കാം. ഇതാണ് രണ്ടാമതുള്ള ഒരു പരാജയ കാരണം. മൂന്നാമത്തെ പരാജയ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ 7 ഗുണങ്ങളെല്ലാം നമ്മൾ ആർജിച്ച് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ് എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യം ഉറപ്പിച്ചില്ല എങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമ്മൾ നമ്മുടെ സമയം മോശമായി അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നു, നമ്മൾ പരിശ്രമിച്ചിട്ട് എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലത്തിന് ചില കുഴപ്പങ്ങളുണ്ട് എന്ന് വിചാരിച്ച് ഇവിടുത്തെ സാമൂഹിക സാഹചര്യങ്ങൾ മോശപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് നമ്മൾ പരാജയത്തെ ഏറ്റുവാങ്ങുന്നു. ഇതല്ല, സ്ഥലത്തിനും കാലത്തിനും അതീതമായി നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാൻ സന്നദ്ധരായാൽ അതിന് നമുക്കൊരു ലക്ഷ്യം കൂടി നമ്മുടെ മുന്നിൽ വേണം. ലക്ഷ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ച് ഉപയോഗിക്കുക എന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യം വിജയത്തിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സമ്പത്ത് നേടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര സമ്പത്ത് നേടണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ ആദ്യം ഉറപ്പിക്കണം. ഇതിനെക്കുറിച്ചുള്ള ഗവേഷകരെല്ലാം പറയുന്നത് അതുതന്നെയാണ്. നമുക്ക് 1 ലക്ഷമാണോ വേണ്ടത്,
അല്ലെങ്കിൽ 10 ലക്ഷമാണോ വേണ്ടത്, 1 കോടിയാണോ വേണ്ടത്, 10 കോടിയാണോ വേണ്ടത്, 100 കോടിയാണോ വേണ്ടത്, എത്ര രൂപയാണ് നമ്മൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ എഴുതിയും നമ്മുടെ മനസ്സിൽ പറഞ്ഞും അത് ഉറപ്പിച്ചിടണം. നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് എപ്പോഴും അത് എഴുതിയിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന സ്ഥലത്ത് എപ്പോഴും അത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഊണിലും ഉറക്കത്തിലും എല്ലാത്തരം പ്രവർത്തനങ്ങളിലും ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനുള്ളൊരു പരിശ്രമം എപ്പോഴും നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഒരാൾ എഴുത്തുകാരനാവാനോ, ഒരാൾ സാഹിത്യകാരനാവാനോ, നല്ല പ്രസംഗകനാവാനോ, ഉയർന്ന സാമൂഹ്യ നേതാവായി രാഷ്ട്രീയ മേഖലയിൽ വലിയ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹത്തെ, ആ ലക്ഷ്യത്തെ അയാൾ ഉറപ്പിച്ച് തൻ്റെ മനസ്സിൽ എപ്പോഴും ഗാഢമായി അതിന്മേൽ തൻ്റെ മനസ്സിനെ തളച്ചിടുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം നേടുന്നതിനുള്ള, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നമ്മളൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കഠിന പ്രയത്നം തനിയേ വരും. അതുപോലെ തന്നെ ത്യാഗം തനിയേ വരും. നമ്മൾ ക്ഷമയുള്ള ആളുകളായിട്ട് തീരും, സ്ഥിരോത്സാഹമുള്ള ആളുകളായിട്ട് തീരും, അച്ചടക്കമുള്ള ആളുകളായിട്ട് തീരും. ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മുടെ കഴിവുകളേക്കാൾ നമ്മുടെ ലക്ഷ്യത്തിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യം നമ്മളൊരിക്കലും മറക്കരുത്.